കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സജിത് കലവൂർ ആൻഡ് പ്രദീപ് വൈഗ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. പ്രദീപേട്ടാ, ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഐറ്റങ്ങൾ കാണാം. പൊളിറ്റിക്കൽ സ്റ്റാർസ്, ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരാളാണ് കടന്നുപോയ ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ശബ്ദമൊന്ന് അനുകരിക്കാം. ഞാന് മനസ്സാക്ഷി അല്ലെങ്കിൽ മനസ്സിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്നോർത്ത് ഞാൻ ഒരു കാര്യത്തെയും സമീപിക്കാറില്ല. അതിന് എൻ്റെ ഒരു തിയറിയുണ്ട്. ഞാൻ ഒരു അധികാരവും മോഹിച്ചല്ല മുന്നോട്ട് പോകുന്നത്. കാരണം അധികാരം കിട്ടിയിട്ടും ജനങ്ങൾ വെറുത്താൽ എന്താ ചെയ്യുക? നേരെ മറിച്ച് അധികാരം ഇല്ലെങ്കിലും ജനങ്ങൾ കരുതുകയും പ്രവർത്തകർ കൂടെ നിൽക്കുകയും ചെയ്താൽ ഒന്നും വേണ്ട എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെല്ലാം ഇപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീ M സ്വരാജിൻ്റെ ശബ്ദം ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ കുറച്ച് കടലാസ് കയ്യിലുണ്ടെന്ന് കരുതി ഞങ്ങളെ അങ്ങ് ഭസ്മീകരിക്കാൻ ആരും കരുതണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയും ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ച് മാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചവിട്ടി നിൽക്കാം, പക്ഷെ എൻ്റെ തലയിലാകരുത്. ഈ ഭൂമി ഒരുപാട് സ്ഥലമുണ്ടായിട്ടും ഇത്തിരി പോകുന്ന എൻ്റെ തലയിൽ തന്നെ ചവിട്ടണമെന്ന് വാശി പിടിച്ചാൽ ഞാനത് വകവച്ചല്ലെന്നേ. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തോമസ് ഐസക് സാർ ഒന്ന് പ്രതികരിക്കാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴേ ഇപ്പോൾ കാണുന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ VS-നെയും ഉമ്മൻചാണ്ടിയെയും കമ്പയർ ചെയ്ത് കുറേ വീഡിയോ. ഇതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ്. ഇവർ രണ്ടുപേരും രണ്ട് ആശയങ്ങളുമായിട്ട് ജീവിച്ചെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പൊരുതി ജീവിച്ച രണ്ടും മനുഷ്യരാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഇവർ അപകീർത്തിപ്പെടുത്തുന്ന യാതൊന്നും ഇനി ഉണ്ടാക്കരുതെന്ന ഒരു നിലപാട് എല്ലാവരും കൈക്കൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ 24-ൻ്റെ തന്നെ മുൻ ന്യൂസ് റീഡറായിരുന്ന ഡോക്ടർ അരുൺകുമാറിൻ്റെ ശബ്ദം അതിനായിരിക്കും ശ്രമിക്കുകയാണ്. അദ്ദേഹം കൊറോണ സമയത്ത് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തൊരു ശബ്ദശകലം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജാഗ്രതയില്ലായ്മ എങ്ങനെയാണ് കാട്ടുതീ പോലെ കൊറോണ വൈറസ് ബാധയപ്പെടുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. വേണ്ടത് ജാഗ്രതയാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നു, നേരിടുന്നു അതിവ്യാപനശേഷിയുള്ള ഒരു വൈറസിനോടാണ്. പക്ഷേ മരണനിരക്ക് കുറവാണെന്നുള്ള ആശ്വാസകരമാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ്. ജാഗ്രത വേണം. താങ്ക് യു. സാറ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് VS ആണ്. അതുകൊണ്ട് തന്നെ ആ മഹാപ്രതിഭയ്ക്ക്, ആ ഒരു സമര നായകന് ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രിയുടെ ഒരു ഡയലോഗാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംസാര ശൈലി. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. താങ്ക് യു.
പ്രതിഭേടാ ഒന്നും അല്ലാതെ കയ്യിലൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടെന്ന് അറിയാം. പ്രേമേന്ദ്ര സാറിൻ്റെ. അതെ. അപ്പോൾ അതാണ് കൂടുതലായിട്ട് എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയതും. അപ്പോൾ പ്രേമേന്ദ്ര സാറിൻ്റെ ശബ്ദം. മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രമാണം തന്നെ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ്, മക്കളാണ്. എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമാണെങ്കിൽ മണ്ണിൽ വന്ന് ജനിച്ചു. അങ്ങനെയെങ്കിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ബുദ്ധമതക്കാരനെന്നോ അല്ലെങ്കിൽ മതമുള്ളവനും മതമില്ലാത്തവരുമായിട്ടുള്ള സകല മനുഷ്യ സമൂഹവും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അതിൽ പരം വലിയ മാനവികത എന്നുള്ളത് എന്താണെന്ന് നമുക്ക് പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ വിസ്മരിക്കാൻ കഴിയുക. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.